നമസ്കാരം. EMT ഗ്ലോബൽ പ്രസൻസ് ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ. ഇക്കാമ പുതുക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന വിദേശികളെ നാടുകടത്തുമെന്ന് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ്. ഇക്കാമ സ്റ്റാറ്റസ് പരിശോധിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്നും ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. 5 വർഷം കാലാവധിയുള്ള ഇക്കാമയാണ് ജവാസാത്ത് ഡയറക്ടറേറ്റ് വിതരണം ചെയ്യുന്നത്. ഇത് ഓരോ വർഷവും ഓൺലൈനിൽ പുതുക്കണമെന്നാണ് വ്യവസ്ഥ. ഇക്കാമ പുതുക്കാത്തവർക്ക് 500 റിയാൽ പിഴ ചുമത്തും. രണ്ടാം തവണയും നിശ്ചിത സമയത്തിനകം പുതുക്കാത്തവർക്ക് 1000 റിയാൽ പിഴ നൽകണം. എന്നാൽ മൂന്നാമതും ഇക്കാമ പുതുക്കാത്തവരെ നാടുകടത്തും. ഇതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ലെന്ന് ജവാസാത്ത് ഡയറക്ടറുടെ ചുമതലയുള്ള ബ്രിഗേഡിയർ മുഹമ്മദ് അൽ അബ്ബാസ് മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ടുതന്നെ ജോലിയിൽ തുടരാൻ ഇവർക്ക് അവകാശമില്ലെന്നും പാസ്പോർട്ട് ഡയറക്ടർ വ്യക്തമാക്കി. ന്യൂസ് ടുഡേ, റിയാദ്. സൗദിയിൽ ലെവി കുറച്ചതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണം. വാർത്ത നിഷേധിച്ച് സൗദി തൊഴിൽ മന്ത്രാലയം. സൗദിയിൽ ലെവി അടക്കം 8000 റിയാലിന് 2 വർഷത്തേക്ക് ഇക്കാമ പുതുക്കുന്നുണ്ടെന്ന് വാട്സപ്പിൽ പ്രചരിച്ച വാർത്ത തൊഴിൽ സാമൂഹിക മന്ത്രാലയം നിഷേധിച്ചു. ഇത്തരം തീരുമാനങ്ങളും അറിയിപ്പുകളും മന്ത്രാലയം ഔദ്യോഗികമായി അറിയിക്കുമെന്നും സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ വിശ്വസിക്കരുതെന്നും മന്ത്രാലയ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. 8000 റിയാലിന് 2 വർഷത്തേക്ക് ഇക്കാമ പുതുക്കിയെന്നും ഇനി മുതൽ 1 വർഷത്തെ ഫീസ് 4000-ൽ നിജപ്പെടുത്തിയെന്നും ഇത് വലിയ സന്തോഷ വാർത്തയാണെന്നുമാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ വാട്സപ്പിൽ പ്രചരിച്ചത്. ലെവി കുറയ്ക്കാൻ ഇതുവരെ മന്ത്രാലയം തീരുമാനമെടുത്തിട്ടില്ലെന്നും മന്ത്രാലയത്തിന്റെ ഏതു തീരുമാനവും ഔദ്യോഗികമായി അറിയിക്കുമെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ന്യൂസ് ടുഡേ, റിയാദ്. സൗദിയിൽ വിദേശ തൊഴിലാളികളുടെ ഇക്കാമ തടഞ്ഞുവെക്കുന്നത് നിയമലംഘനമാണെന്ന് തൊഴിൽ മന്ത്രാലയം. ഭേദഗതി ചെയ്ത തൊഴിൽ നിയമത്തിലാണ് പുതിയ വ്യവസ്ഥ ബാധകമാക്കിയത്. പാസ്പോർട്ട്, ഇക്കാമ, ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവ തൊഴിലാളികളുടെ അവകാശമാണ്. ഇത് തടഞ്ഞുവെക്കാൻ സ്പോൺസർക്ക് അധികാരമില്ല. ചില തൊഴിലുടമകൾ പാസ്പോർട്ട് പിടിച്ചുവെക്കുന്ന പ്രവണത നിലവിലുണ്ട്. ഇത് അനുവദിക്കാൻ കഴിയില്ലെന്ന് 2 വർഷം മുൻപേ തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വിദേശ തൊഴിലാളികളുടെ അവകാശം ഉറപ്പുവരുത്തുന്നതിനാണ് തൊഴിൽ നിയമം ഭേദഗതി ചെയ്തത്. അനുമതിയില്ലാതെ 15 ദിവസം അവധിയിൽ പ്രവേശിക്കുകയും 1 വർഷത്തിനിടെ ഇടവിട്ട ദിവസങ്ങളിൽ 30 ദിവസം ജോലിയിൽ ഹാജരാകാതിരിക്കുകയും ചെയ്യുന്നവരെ സേവനാനന്തരാനുകൂല്യം നൽകാതെ പിരിച്ചുവിടാൻ തൊഴിലുടമക്ക് അധികാരമുണ്ട്. സഹപ്രവർത്തകർ, സ്പോൺസേഴ്സ് എന്നിവർക്കെതിരെ സോഷ്യൽ മീഡിയ വഴി ആക്ഷേപിക്കുന്നവരെ പിരിച്ചുവിടാനും സ്പോൺസർക്ക് അവകാശമുണ്ടെന്ന് പുതിയ തൊഴിൽ നിയമം വ്യക്തമാക്കുന്നു. ന്യൂസ് ടുഡേ, റിയാദ്. സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ മരണത്തിൽ റിയാദിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളായ ഫ്രണ്ട്സ് ക്രിയേഷൻസ്, നവോദയ, കേളി സാംസ്കാരിക വേദി, OICC എന്നീ സംഘടനകൾ അനുശോചനം രേഖപ്പെടുത്തി. കച്ചവട സിനിമാ രംഗത്തു നിന്നും തികച്ചും വേറിട്ട കലാസംഭാവനകൾ ചെയ്ത ബഹുമുഖ പ്രതിഭയെയാണ് സാംസ്കാരിക കലാ കേരളത്തിന് നഷ്ടമായത്. കലാമൂല്യങ്ങൾ നഷ്ടമാകുന്ന ഇന്നിന്റെ സിനിമാ ശാഖയിൽ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു പിടി കാമ്പുള്ള സിനിമകൾ സമ്മാനിച്ച കലാകാരനായിരുന്നുവെന്ന് അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ടുഡേ, റിയാദ്. പ്രവാസത്തിന് കയ്യൊപ്പ് ചാർത്തി അബ്ദുൽ അലി കളത്തിങ്ങൽ മടങ്ങി. യാത്രയപ്പിൽ മംഗളം നേരാൻ പ്രവിശ്യയിലെ പ്രമുഖരുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ, മാധ്യമ, കായിക മേഖലകളിൽ എന്നും സ്മരണീയമായ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് തന്റെ 17 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന അബ്ദുൽ അലിക്ക് ഇന്ത്യ ഫെർട്ടേണിറ്റി ഫോറം അൽക്കോബർ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് ചടങ്ങ് പ്രൗഢഗംഭീരമായിരുന്നു. അലിയുടെ വിവിധ രംഗങ്ങളിലെ സംഭാവനകൾ അനുസ്മരിച്ചുകൊണ്ട് മാധ്യമ, സാഹിത്യ, കായിക, സാമൂഹിക രംഗത്തെ പ്രമുഖരായ അഷ്റഫ് ആളത്ത്, സാജിദ് ആറാട്ടുപുഴ, മുജീബ് കളത്തിൽ, മൂസക്കുട്ടി കുന്നേക്കാടൻ എന്നിവർ സദസ്സിനെ അഭിസംബോധന ചെയ്തു. അനർഹമായത് പറഞ്ഞതെല്ലാം ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. ഞാൻ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇതൊന്നും തന്നെ ഞാൻ കൊണ്ടുപോകുന്നില്ല. അതിന്റെ ചില്ലകൾ വെട്ടി മാറ്റിയിട്ടാണ് നമ്മൾ കൊണ്ടുപോയി നൽകുക. എങ്കിലേ ആ പുതിയ മണ്ണിൽ അതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ശിഖരങ്ങൾ വെട്ടിമാറ്റിയ വേദനയോട് കൂടിയാണ് ഞാൻ നാട്ടിലേക്ക് മടങ്ങുന്നത്.
ജീവിതത്തെക്കുറിച്ചും സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചും വളരെ ശക്തമായ വളരെ സ്പെസിഫിക് ആയ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അബ്ദുൽ അലി. ഫെർട്ടേണിറ്റി ഫോറത്തിന്റെ ഉപഹാരം ദമാം ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി ചെയർമാൻ സുനിൽ മുഹമ്മദ് അബ്ദുൽ അലിക്ക് സമ്മാനിച്ചു. കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുടെ സാന്നിധ്യവും ചടങ്ങിനും മാറ്റുകൂട്ടി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അറിവിന്റെ ഉത്സവം വീണ്ടും. മലയാളത്തിലെ പ്രഥമ ദിനപത്രമായ ഗൾഫ് മാധ്യമം ഒരുക്കുന്ന വിദ്യാഭ്യാസ കരിയർ മേളയായ എഡ്യൂകഫേ സീസൺ 3 ഈ മാസം 19-20 തീയതികളിൽ റിയാദ് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടക്കും. വിദ്യാഭ്യാസവും ഭാവിയും സംബന്ധിച്ച കൃത്യമായ വഴികാട്ടിയാണ് എഡ്യൂകഫേ. വൈജ്ഞാനികമായ ഉണർവ് പകരുന്നതോടൊപ്പം ഭാവി കരുപിടിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, മുന്നോട്ടു പോകാനുള്ള ശരിയായ പാത ഏതാണെന്ന് അറിവ് പകരുന്ന മേളയിൽ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമാണ് പങ്കെടുക്കാൻ അവസരം. പ്രവേശനം തീർത്തും സൗജന്യമാണ്. വിദ്യാഭ്യാസ വിചക്ഷണരും കരിയർ മേഖലയിലെ വിദഗ്ധരുമായ ഡോക്ടർ MPM മുഹമ്മദ് ഹനീഷ് IAS, ഡോക്ടർ സംഗീത് ഇബ്രാഹിം, സാറ അൽ ഷെരീഫ്, പ്രമുഖ മൈൻഡ് റീഡർ ആൻഡ് മെന്റലിസ്റ്റ് ആദി ആദർശ് എന്നിവർ മേളയിലെ പ്രധാന സെക്ഷനുകൾ കൈകാര്യം ചെയ്യും. കരിയർ ഗെറ്റേഴ്സ്, കരിയർ ക്ലിനിക്, കരിയർ ക്യൂബ്, കരിയർ തിയേറ്റർ, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്നീ സെക്ഷനുകൾ സമാന്തരമായും നടക്കും. പ്രവേശനം സൗജന്യമാണെങ്കിലും രക്ഷിതാക്കളും കുട്ടികളും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 500 കുട്ടികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകും. റിയാദിൽ ആദ്യമായാണ് ഇത്രയും വലിയൊരു വിദ്യാഭ്യാസ മേള നടത്തുന്നത്. ന്യൂസ് ടുഡേ, റിയാദ്. ചരിത്ര പ്രസിദ്ധമായ ഒരു മലയെക്കുറിച്ചാണ് ഇന്നത്തെ സ്പെഷ്യൽ സെഗ്മെന്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിച്ച ഒരു പർവ്വതമാണ് ജബലുന്നൂർ. പരിശുദ്ധ ഖുർആന്റെ പ്രകാശകിരണങ്ങൾ ഉത്ഭവിച്ച സ്ഥലമാണിവിടം. ലോക മുസ്ലിങ്ങളുടെ തലസ്ഥാനമായ മക്കയിലാണ് ജബലുന്നൂർ എന്ന പർവ്വതം തലയെടുപ്പോടെ നിലകൊള്ളുന്നത്. പ്രകാശം പരത്തുന്ന പർവ്വതം എന്നർത്ഥമുള്ള ജബലുന്നൂർ സ്ഥിതി ചെയ്യുന്നത് മക്ക നഗരത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ്. ഇവിടെയാണ് തങ്കലിപികളാൽ രചിച്ച ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. മക്കയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ജബലുന്നൂറിന് 642 മീറ്റർ ഉയരമുണ്ട്. വളരെ ചെരിഞ്ഞു നിൽക്കുന്ന ഈ മലയുടെ ഏറ്റവും മുകളിലായാണ് ചരിത്രപ്രധാനമായ ഇറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുവാൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി ഒളിത്താവളമായി തെരഞ്ഞെടുത്ത സ്ഥലമാണിവിടം. ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിലുള്ള ഇറാ ഗുഹയിൽ ഏകനായി ധ്യാനത്തിലിരിക്കുന്ന സമയത്താണ് മുഹമ്മദ് നബിക്ക് മുന്നിൽ ജിബ്രീൽ എന്ന മാലാഖ പ്രത്യക്ഷപ്പെട്ടു ദിവ്യ സന്ദേശം കൈമാറിയത്. വായിക്കുക എന്നർത്ഥം വരുന്ന ഇഖ്റഹ് ആണ് ആദ്യമായി നൽകിയ സന്ദേശം. മക്കയിലേക്ക് വരുന്നവരുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് ജബലുന്നൂർ. എന്നാൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും അന്ധവിശ്വാസങ്ങൾ തടയുന്നതിനുമായി അധികൃതർ ഇവിടേക്കുള്ള സഞ്ചാരത്തിൽ ഈ അടുത്തായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി. നാളിതുവരെയായി ഇവിടെ വന്നുപോയവരുടെ കണക്ക് തിട്ടപ്പെടുത്തിയിട്ടില്ലെങ്കിലും കോടിക്കണക്കിന് സന്ദർശകരാണ് ഇവിടെ വന്നുപോയിട്ടുള്ളത്.